യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയെടുത്ത് രംഗത്ത് വരികയാണ്. ആദ്യത്തെ ചർച്ച തന്നെ യുക്രൈനെ വെറുപ്പിച്ചുകൊണ്ടായിരുന്നു. യുക്രൈനോട് ആലോചിക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ച് റഷ്യൻ പ്രതിനിധികളുമായി അമേരിക്ക ചർച്ച നടത്തി. എന്നിട്ട് യുക്രൈനെ വിരട്ടി വരുതിയിലാക്കാൻ ശ്രമിച്ചു. യുക്രൈൻ പ്രസിഡന്റ് അവിടെ പോയി ബഹളം വെച്ചു. ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ആത്മാഭിമാനം മുറുകെ പിടിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. പിന്നീട് ആത്മാഭിമാനം പണയപ്പെടുത്തി യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിൽ പോയി സന്ധിയായതും നമ്മൾ കണ്ടു. പക്ഷെ യുദ്ധം അവസാനിച്ചോ? ഇല്ല. എവിടെയാണ് പിഴച്ചത്? യുക്രൈൻ കീഴടങ്ങിയിട്ടും റഷ്യ പിന്നോട്ട് പോകുന്നില്ല. അതിന് കാരണം പുടിന് ചില പിടിവാശികളുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി, ഒരുപാട് ജീവഹാനി ഉണ്ടായി. എന്നാൽ ആ യുദ്ധത്തിന്റെ പ്രാഥമിക ഘട്ടം കടന്നിരിക്കുന്നു. ഇനി യുക്രൈനെ തോൽപ്പിക്കുക എളുപ്പമാണ്. അമേരിക്കയുടെ പിന്തുണ ഇല്ലാത്ത യുക്രൈന് ഒരു കാരണവശാലും റഷ്യയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം. അതുകൊണ്ട് റഷ്യ ട്രംപ് മുമ്പോട്ട് വെച്ച ഫോർമുലയ്ക്ക് മുമ്പിൽ കൈ കൊടുക്കാതെ മാറി നിൽക്കുകയാണ്. ഇത് ട്രംപിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി മാറുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു. ട്രംപ് മുൻകൈയെടുക്കുന്നു. ട്രംപ് അതുവഴി ഒരു സമാധാനത്തിന്റെ നോബൽ പ്രൈസ് കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ പുടിൻ പതിയെ മാറി നിൽക്കുന്നു. പുടിനെ വെല്ലുവിളിക്കാൻ ട്രംപ് മെനക്കെടുന്നില്ല. വ്ളാഡിമിർ സെലൻസ്കിയെ വെല്ലുവിളിക്കാൻ ട്രംപിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. കാരണം യുക്രൈൻ അമേരിക്കയുടെ ഔദാര്യത്തിൽ പിടിച്ചു നിൽക്കുന്ന രാജ്യമാണ്. എന്നാൽ റഷ്യ അങ്ങനല്ല. അതുകൊണ്ട് തന്നെ പുടിനെ വെല്ലുവിളിക്കാതെ പ്രശ്നപരിഹാരം എന്തേ എന്ന് അന്വേഷിക്കുകയാണ് ട്രംപ്. ഇപ്പോൾ കേൾക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത, റഷ്യയുടെ പിടിവാശിക്ക് മുമ്പിൽ യുക്രൈനെ ബലിയാടാക്കാൻ വീണ്ടും ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. അത്തരത്തിലൊരു സൂചന ട്രംപിന്റെ യുക്രൈൻ പ്രതിനിധിയായ ജനറൽ കീത്ത് കെല്ലോങ്ങിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കീത്ത് കെല്ലോങ് പറയുന്നു, യുക്രൈനെ പിളർത്തുക അനിവാര്യമാണ്. ഒരു നദിക്കപ്പുറവും ഇപ്പുറവുമായി യുക്രൈനെ രണ്ടായി വിഭജിക്കാൻ പോകുന്നു. റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശം മാത്രമല്ല, റഷ്യയുടെ സമീപമുള്ള ഭൂപ്രദേശങ്ങൾ മുഴുവൻ യുക്രൈനെ പിളർത്തി റഷ്യക്ക് കൈമാറുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന്. പണ്ടേ അവിടെ ചില തർക്കങ്ങളുണ്ട്. ആ പ്രദേശത്തെ റഷ്യൻ ഭാഷ ശക്തമാണ്. റഷ്യയോട് താല്പര്യമുള്ള ജനങ്ങളും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധ പരിഹാരമായി ട്രംപിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ, ട്രംപ് പറഞ്ഞെടുത്ത് കാര്യങ്ങൾ എത്തിയെന്ന് സ്ഥാപിക്കാൻ യുക്രൈനെ പിളർത്തുന്ന സാഹചര്യം പോലും രൂപപ്പെടുന്നു. ആലോചിച്ചു നോക്കൂ. അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി റഷ്യയുടെ യുദ്ധത്തിനിറങ്ങിയ രാജ്യമാണ് യുക്രൈൻ. ഇപ്പോൾ തന്നെ യുക്രൈന് 5 പ്രവിശ്യകൾ നഷ്ടപ്പെട്ടു. അതുകൂടാതെയാണ് ഇപ്പോൾ യുക്രൈന്റെ ഒരു ഭൂപ്രദേശം തന്നെ പിളർത്തി റഷ്യ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ട്രംപിന്റെ ധാരണ അതാണ്. ട്രംപ് യുക്രൈനെ പിളർത്തി റഷ്യ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്.